ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ജസ്പ്രീത് ബുംറയും അതുപോലെ സഞ്ജു സാംസണും ഓൾറെഡി പരിക്കിന്റെ പിടിയിലാണ്. ഇതിൽ അറിയാൻ സാധിച്ചത് മുംബൈ ഇന്ത്യൻസിനും രാജസ്ഥാൻ റോയൽസിനും കർശന നിർദ്ദേശം. ഇതിലെടുത്തു പറയേണ്ട, മുംബൈ ഇന്ത്യൻസ് IPL തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ബുംറയുടെ പരിക്കിനെ പറ്റി ഇന്ത്യൻ മെഡിക്കൽ ടീമുമായിട്ട് അത് BCCI NCAയുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ബുംറ ആവട്ടെ, അദ്ദേഹം പൂർണ്ണ ഫിറ്റ് അല്ല. അദ്ദേഹത്തെ വെച്ച് റിസ്ക് എടുക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മെഡിക്കൽ ടീം തയ്യാറല്ല. എന്നാൽ സഞ്ജു സാംസന്റെ കാര്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. സഞ്ജു സാംസൺ ആവട്ടെ, ഇപ്പോൾ ബാറ്റിങ്ങിനുള്ള NCA ക്ലിയറൻസ് ആണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. എന്നാൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിന് ഇന്ത്യൻ മെഡിക്കൽ ടീം NCA വ്യക്തമായിട്ടൊരു കർശന നിർദ്ദേശം കൊടുത്തിരുന്നു. ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ അദ്ദേഹത്തിന് റിസ്ക് എടുപ്പിച്ച് അദ്ദേഹത്തെ ഫീൽഡിങ്ങിലേക്കും അതുപോലെ കീപ്പിങ്ങും നടത്തരുത് എന്നുള്ള കാര്യം കർശന നിർദ്ദേശം രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിനും ഇന്ത്യൻ മെഡിക്കൽ ടീം കൊടുത്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ഇപ്പൊ നിലവിൽ ബാറ്റിംഗ് ചെയ്യാനുള്ള ഒരു NCA ക്ലിയറൻസ് മാത്രമാണ് നൽകിയിട്ടുള്ളൂ. കീപ്പിങ്ങിലേക്ക് ഇന്ത്യൻ ക്ലിയറൻസ് അദ്ദേഹത്തിന് ഇതുവരെ കൊടുത്തിട്ടില്ല. കീപ്പിങ്ങും ഫീൽഡിങ്ങിലും ഇറങ്ങാനുള്ള ക്ലിയറൻസ് ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യിന് പറ്റിയ വിരലിന് പറ്റിയ പരിക്കായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഫിറ്റ് അല്ലാതെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീണ്ടും അത് മൂർച്ഛിച്ച് വലിയ പരിക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ബുംറയുടെയും സഞ്ജുവിന്റെയും കാര്യത്തിൽ ഇത്രയും കർശനമായിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, കർശനമായിട്ടുള്ള നിർദ്ദേശം മുംബൈ ഇന്ത്യൻസിനും രാജസ്ഥാൻ റോയൽസിനും കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സഞ്ജു സാംസണെയും ബുംറയെയും വളരെ ആവശ്യമുണ്ട് എന്നുള്ളത് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഗൗതം ഗംഭീർ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. ഏകദിന ടീമിൽ മാറ്റമുണ്ടാകും എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് ഏകദിന ടീമിലൊക്കെ 1-2 മാറ്റങ്ങളൊക്കെ വരുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും സഞ്ജുവിന്റെ കാര്യത്തിലും ബുംറയുടെ കാര്യത്തിലും കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് BCCI. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.